എല്ലാവർക്കും ആത്മപ്രണാമം. ദേവി മാഹാത്മ്യം കവചം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇന്ന് അർഗളാസ്തോത്രം, ദേവി അർഗളാസ്തോത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അർഗളം എന്നാൽ സാക്ഷ എന്നാണ് അർത്ഥം. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളുടെ വാതില് അടച്ചു വെച്ചിരുന്നത് ഈ സാക്ഷ അല്ലെങ്കിൽ ഓടാമ്പൽ എന്നൊക്കെ പറയും. ഇതുകൊണ്ടാണ് വീടിൻ്റെ വാതില് അടച്ച് സുരക്ഷിതമാക്കി വെച്ചിരുന്നത്. അപ്പോൾ പുറമേ നിന്നും ആർക്കും അകത്തേക്ക് കയറി വരാൻ സാധിക്കാത്ത രീതിയിൽ അടച്ചു വെക്കുന്നത് ആണ് സാക്ഷ എന്ന് പറയുന്നത്. ഇവിടെ അർഗളം എന്നാൽ സാക്ഷ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക് കൈവരുന്ന അതിൻ്റെ ഫലസിദ്ധി, ആ ഫലപ്രാപ്തിയെ ഒരാൾക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ കഴിയാതെ അതിന് തടസ്സം നിൽക്കുന്നത് അവൻ്റെ പൂർവജന്മ കർമ്മഫലമാണ്. ഈ കർമ്മഫലത്തിൻ്റെ ശക്തി കൂടുമ്പോൾ, കൂടുതൽ പ്രാരാബ്ധങ്ങളുള്ള ആത്മാവാണ് അതെങ്കിൽ, അതായത് കർമ്മഫലത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്താൽ പോലും അതിൻ്റെ ഫലസിദ്ധിയെ പൂർണ്ണമായിട്ടും അവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ കർമ്മഫലമാകുന്ന സാക്ഷ, അതാണല്ലോ ആ ദേവീ ചൈതന്യം, ആ പ്രകൃതി എന്ന ശക്തിയുടെ ആ ഊർജത്തിൻ്റെ ഒഴുക്ക് ആ വ്യക്തിയിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് കർമ്മഫലമാണ്, കർമ്മഫലത്തിൻ്റെ ശക്തിയാണ്. പ്രകൃതി എന്ന ശക്തി, അതാണ് ദേവി മഹാത്മ്യം. ആ ദേവിയുടെ ശക്തി നമ്മളിലേക്ക് വരാൻ, അതിന് ആ ഊർജം നമ്മളിലേക്ക് ഒഴുകി വരാൻ തടസ്സമായി നിൽക്കുന്നത് കർമ്മഫലത്തിൻ്റെ ശക്തി കൊണ്ടാണ്. കർമ്മപ്രാരാബ്ധമാകുന്ന ആ അടഞ്ഞു നിൽക്കുന്ന ആ സാക്ഷ, അത് തുറന്നാൽ മാത്രമേ നമ്മളിലേക്ക് ആ പ്രകൃതിയുടെ ഊർജം, ആ ഊർജപ്രവാഹം നമ്മളിലേക്ക് ഒഴുകുകയുള്ളൂ. അപ്പോൾ കർമ്മഫലമാകുന്ന ആ സാക്ഷയെ തുറക്കാൻ വേണ്ടി, എന്നിട്ട് ആ പ്രകൃതി ശക്തിയുടെ ആ ഒഴുക്ക് നമ്മളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി ജപിക്കുന്നതാണ് അർഗളാസ്തോത്രം. നമ്മളെ തന്നെ മനോബുദ്ധിയെ പൂർണ്ണമായും ആ പ്രകൃതിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജപിക്കുന്നതാണ് ഈ അർഗളാസ്തോത്രം. ഇത് ജപിക്കുമ്പോൾ അർത്ഥമറിഞ്ഞ് നമ്മളെ പൂർണ്ണമായും സമർപ്പിച്ച് അർഗളം ജപിച്ചു കഴിഞ്ഞിട്ട് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുമ്പോഴാണ് ആ കർമ്മഫലമാകുന്ന സാക്ഷ തുറന്ന് നമ്മളിലേക്ക് ആ ഊർജപ്രവാഹത്തെ പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അർഗളാസ്തോത്രത്തിൻ്റെ പ്രാധാന്യം. മാർക്കണ്ഡേയ ഉവാച ജയന്തി മംഗളാ കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവാ ധാത്രി സ്വാഹ സ്വധാ നമോസ്തുതേ. ജയന്തി, സദാ ജയിക്കുന്നവളും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ജന്മം നൽകിയവൾ എന്നർത്ഥത്തിൽ ജയന്തി എന്ന നാമം എടുക്കാം. സദാ ജയിച്ചു നിൽക്കുന്നവളും ഈ പ്രപഞ്ചത്തിന് ജന്മം നൽകിയവളും എന്നർത്ഥത്തിൽ ജയന്തി. മംഗള, മംഗള എന്നാൽ മംഗളം നൽകുന്നവൾ എന്നർത്ഥം. മംഗളം എന്നാൽ പരമമായ ആ മോക്ഷത്തെ ഭക്തന് നൽകുന്നവൾ. മംഗളപ്രദയും എന്ന് വെച്ചാൽ ആ പരമമായ മോക്ഷത്തെ ഭക്തന് നൽകുന്നവൾ. കാളി, കാളി എന്നാൽ കാലസ്വരൂപിണി എന്നർത്ഥം. 1000 ചതുർയുഗങ്ങളുടെ ഒരു കൽപ്പത്തിന്റെ അവസാനത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സംഹരിക്കുന്ന കാലസ്വരൂപിണിയായിരിക്കുന്നവൾ കാളി എന്ന നാമത്തിനർത്ഥം. ഭദ്രകാളി, ഭദ്രം എന്നാൽ സുഖം, ആ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ, സുഖപ്രദ എന്നർത്ഥം. ഭദ്രകാളി എന്നാൽ ഭദ്രം, സുഖം, മംഗളം, ആ സുഖത്തെ, സകല സൗഖ്യത്തെയും നൽകുന്നവൾ എന്നർത്ഥം. കപാലിനി, കപാലം എന്നാൽ തലയോട്, കപാലിനി തലയോട് ആയുധമായി ധരിച്ചവൾ എന്നർത്ഥം. ദുർഗ, ദുർഗ എന്നാൽ ദുർഗമ എന്നാണ് അർത്ഥം. ദുർ എന്നാൽ ബുദ്ധിമുട്ടുള്ളത്, വളരെ ബുദ്ധിമുട്ടേറിയ. ഗമം എന്നാൽ ഗമിക്ക എന്നാൽ പ്രാപിക്ക. അപ്പോൾ പ്രാപിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവൾ, അതാണ് ദുർഗ എന്ന നാമത്തിന് അർത്ഥം. എന്ന് വെച്ചാൽ ദേവി ക്ഷിപ്ര
പ്രസാധ്യയല്ല എന്നർത്ഥം. മനസ്സിലായോ? പെട്ടെന്ന് അങ്ങനെ പ്രസാദിക്കുന്നവളല്ല ദേവി, പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ളവൾ. അതാണ് ദുർഗ എന്ന നാമത്തിനർത്ഥം. ക്ഷമാശീലയായിട്ടുള്ളവൾ. ശിവ എന്നാൽ മംഗള സ്വരൂപിണിയായുള്ളവൾ. ശിവം എന്നാൽ പരമമായ ബോധസ്വരൂപിണിയായിരിക്കുന്ന മംഗളസ്വരൂപിണിയായിരിക്കുന്നവൾ എന്നർത്ഥം. ധാത്രി എന്നാൽ ധരിക്ക, പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നവൾ, അതായത് പ്രപഞ്ചത്തിന്റെ രൂപമായിരിക്കുന്നവൾ. ഈ പ്രപഞ്ചമായിരിക്കുന്നത് ആ അമ്മയാണ്. അപ്പോൾ പ്രപഞ്ചധാരിണി എന്നർത്ഥം ധാത്രി. ഇനി സ്വാഹ എന്നാൽ സ്വാഹാദേവി എന്ന് നമ്മൾ പറയുന്നത് അഗ്നിദേവന്റെ പത്നിയെയാണ് സ്വാഹാദേവി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അഗ്നിയിലേക്ക് ഒരു ഹോമം അല്ലെങ്കിൽ ഒരു യാഗം നടക്കുമ്പോൾ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന സമയം സ്വാഹ എന്ന് നമ്മൾ ജപിക്കുന്നുണ്ട്. അതായത് അഗ്നിദേവന്റെ പത്നിയായ സ്വാഹാദേവിയാണ് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ആ ദ്രവ്യങ്ങളെ, ആ ഹോമദ്രവ്യങ്ങളെ സ്വീകരിച്ച് അതാത് ദേവന്മാർക്ക് നൽകുന്നത് എന്നർത്ഥം. അപ്പൊ സ്വാഹാദേവിയാണ് അഗ്നിദേവനിലേക്ക് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ സ്വീകരിച്ചിട്ട് അവയെ എല്ലാ ദേവന്മാരിലേക്കും എത്തിച്ച് ദേവന്മാർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ദേവന്മാരെ പോഷിപ്പിക്കുന്നവൾ സ്വാഹാദേവിയാണ്. അതുകൊണ്ട് ദേവപോഷിണി എന്ന സ്വാഹാദേവിയെ ദേവപോഷിണി, ദേവന്മാരെ പോഷിപ്പിക്കുന്നവൾ എന്നർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്നു. ഇനി സ്വധ എന്നാൽ പിതൃദേവന്റെ പത്നിയാണ്. അപ്പൊ പിതൃക്കൾക്കായി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും സ്വധ എന്ന് മന്ത്രം നമ്മൾ ജപിക്കുന്നുണ്ട്. അതായത് പിതൃക്കൾക്കായി അർപ്പിക്കുന്ന യജ്ഞദ്രവ്യങ്ങളെ പിതൃദേവന്മാരിലേക്ക് എത്തിച്ചു കൊടുത്ത് പിതൃദേവന്മാരെ പോഷിപ്പിക്കുന്നവളാണ് സ്വധാദേവി. പിതൃദേവന്റെ പത്നിയാണ് സ്വധാദേവി. അങ്ങനെ സ്വാഹാദേവിയും സ്വധാദേവിയുമായിരിക്കുന്ന നമോസ്തുതേ, നിൻ തിരുവടിക്ക് അമ്മേ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അർഗളാസ്തോത്രം ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ സദാ ജയിച്ചു നിൽക്കുന്നവൾ, ജയന്തി എന്നാൽ ആ പ്രപഞ്ചത്തിന് ജന്മം നൽകിയവൾ എന്നും സദാ ജയിച്ചു നിൽക്കുന്നവൾ എന്നും, മംഗളം മോക്ഷത്തെ നൽകുന്നവൾ, കാളി കാലസ്വരൂപിണിയായിരിക്കുന്നവൾ, ഭദ്രകാളി ഭദ്രതയെ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ, കപാലിനി തലയോട് ആയുധമായി ധരിച്ചവൾ, ദുർഗ പ്രാപിക്കാൻ പ്രയാസമേറിയവൾ, ക്ഷമാശീലയായിട്ടുള്ളവൾ, ശിവ മംഗളസ്വരൂപിണിയായിരിക്കുന്നവൾ, ധാത്രി പ്രപഞ്ചത്തെ ധരിച്ചവൾ, സ്വാഹ ദേവപോഷിണിയായിരിക്കുന്നവൾ, സ്വധ പിതൃപോഷിണിയായിരിക്കുന്നവളുമായ അമ്മേ അവിടത്തേക്ക് ഞങ്ങളുടെ നമസ്കാരം. ഓം നമശ്ചണ്ഡികായേ. ജയ ത്വം ദേവി ചാമുണ്ഡേ, ജയ ഭൂതാപഹാരിണി, ജയ സർവഗതേ ദേവി കാളരാത്രി നമോസ്തുതേ. ദേവി ചാമുണ്ഡേ, അല്ലയോ ചാമുണ്ഡി ദേവി, ജയത്വം അവിടുന്ന് ജയിച്ചാലും, ഭൂതാപഹാരിണി ജയ, ഭൂതാപഹാരിണി എന്നാൽ ഭൂത അപഹാരിണി, എല്ലാത്തിനെയും സംഹരിക്കുന്നവൾ, ഉണ്ടായതായ എല്ലാത്തിനെയും സംഹരിക്കുന്നവളായ അല്ലയോ അമ്മേ അവിടുന്ന് ജയിച്ചാലും, ജയ എന്നാൽ ജയിച്ചാലും. ഇനി ജയ സർവഗതേ ദേവി, സർവഗതി എന്ന് വെച്ചാൽ സർവ്വതിലും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്നവളായ ദേവി, അതാണ് സർവഗതേ ദേവി, ജയിച്ചാലും അവിടുന്ന് ജയിച്ചാലും. ഇനി കാളരാത്രിയായിരിക്കുന്ന ദേവി അവിടുന്ന് ജയിച്ചാലും. കാളരാത്രി എന്നാൽ ബ്രഹ്മാവിന്റെ ഒരു രാത്രി എന്നാണ് അർത്ഥം. അതായത് 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നത്. 1000 ചതുർയുഗങ്ങളുടെ ഒടുവിൽ വീണ്ടും 1000 ചതുർയുഗങ്ങളാകുന്ന ബ്രഹ്മാവിന്റെ ഒരു രാത്രി വരുന്നു. അങ്ങനെ ബ്രഹ്മദേവന്റെ രാത്രി ആയിരിക്കുന്നവൾ, അതാണ് അന്ന് ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടക്കുന്നില്ല, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്ന അവസ്ഥയാണത്. അപ്പോൾ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്, അതാണ് കാളരാത്രി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ബ്രഹ്മദേവന്റെ രാത്രി ആയിരിക്കുന്നവൾ, കാളരാത്രിയായിരിക്കുന്ന ദേവി നമോസ്തുതേ, നിൻ തിരുവടിക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലയോ ചാമുണ്ഡി ദേവി അവിടുന്ന് ജയിച്ചാലും, സർവ്വതിനെയും സംഹരിക്കുന്നവളായ അമ്മേ അവിടുന്ന് ജയിച്ചാലും, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്നവളായ അമ്മേ അവിടുന്ന് ജയിച്ചാലും, കാളരാത്രിയായിരിക്കുന്ന അമ്മേ അവിടത്തേക്ക് ഞങ്ങളുടെ
നമസ്കാരം. മധു കൈഡഭ വിദ്രാവി വിധാതൃ വരദേ നമഃ. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. മധു കൈഡഭ വിദ്രാവി, മധു കൈഡഭൻ എന്നീ രണ്ട് അസുരന്മാരെ വിദ്രാവി നശിപ്പിച്ച്, വിധാതൃ, വിധാതൃ എന്നാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിന് വരദേ വരം നൽകിയ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ദേവിക്ക് നമഃ നമസ്കാരം. അതിനുശേഷം ദേവിയെ ഇത്രയും പ്രകീർത്തിച്ചതിന് ശേഷം ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്, രൂപം ദേഹി, അല്ലയോ അമ്മേ എനിക്ക് നല്ല രൂപത്തെ ദേഹി നൽകിയാലും. ജയം ദേഹി, അല്ലയോ അമ്മേ എനിക്ക് സർവകാര്യങ്ങളിലും വിജയം നൽകിയാലും. യശോ ദേഹി, അല്ലയോ അമ്മേ എനിക്ക് നല്ല യശസ് നൽകിയാലും. ഇനി ദ്വിഷോ ജഹി, ദ്വിഷോ എന്ന് വെച്ചാൽ ശത്രുക്കൾ, അതായത് ഒരുവന്റെ ഉള്ളിലെ ശത്രു എന്ന് പറഞ്ഞാൽ മനസ്സിലെ കാമ ക്രോധാദി വികാര വിചാരങ്ങളാണ് ശത്രു എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരുവന്റെ യഥാർത്ഥത്തിലുള്ള ശത്രു അതാണ്, പുറമേയല്ല, ബാഹ്യമായിട്ടല്ല നമ്മുടെ ശത്രു ഇരിക്കുന്നത്. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും നമ്മുടെ മിത്രവുമായിരിക്കുന്നത്. അങ്ങനെ ഒരുവന്റെ ഉള്ളിലെ ശത്രുവായിരിക്കുന്ന അവന്റെ മനസ്സിലെ കാമക്രോധാദി വികാരങ്ങളെ നശിപ്പിച്ചു തന്നാലും എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അവസാന വരി. അതായത് അമ്മേ എനിക്ക് നല്ല രൂപം നൽകിയാലും, കാര്യങ്ങളിൽ വിജയം നൽകിയാലും, യശസ് നൽകിയാലും, അതുപോലെ തന്നെ എൻ്റെ ശത്രുക്കളെ, അതായത് എൻ്റെ ഉള്ളിലെ കാമക്രോധാദി വികാരങ്ങളാകുന്ന ശത്രുക്കളെ നശിപ്പിച്ചു തന്നാലും എന്നുള്ള ഒരു പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന ഇനിയുള്ള എല്ലാ ശ്ലോകങ്ങളുടെയും രണ്ടാമത്തെ വരിയിൽ വരുന്നത് ഈ ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഈ അർത്ഥം എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അതാണ് എല്ലാ ശ്ലോകങ്ങളിലും രണ്ടാമത്തെ വരിയായിട്ട് വരുന്ന പ്രാർത്ഥന. അടുത്ത ശ്ലോകം, മഹിഷാസുര നിർനാശ വിധാത്രീ വരദേ നമഃ. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. മഹിഷാസുര നിർനാശ, മഹിഷാസുരന്മാരെ സമൂലം നശിപ്പിച്ച്, വിധാത്രി ദേവന്മാർക്ക് വരദേ വരം നൽകി അവരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്ത ദേവിക്ക് നമഃ നമസ്കാരം. രൂപം ദേഹി, അല്ലയോ അമ്മേ എനിക്ക് നല്ല രൂപവും, ജയം ദേഹി കാര്യങ്ങളിൽ ജയവും, യശോ ദേഹി യശസ്സും നൽകിയാലും, ദ്വിഷോ ജഹി അതുപോലെ എൻ്റെ ഉള്ളിലെ മനസ്സിലെ ശത്രുക്കളെ നശിപ്പിച്ചു തന്നാലും എന്ന പ്രാർത്ഥനയാണ്. വന്ദിത അംഗ്രിയുഗേ ദേവി സർവസൗഭാഗ്യദായിനി. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. വന്ദിത വന്ദിക്കപ്പെടുന്ന, അംഗ്രിയുഗേ പാദയുഗം, യുഗം എന്നാൽ രണ്ട്, അപ്പൊ രണ്ട് വന്ദിക്കപ്പെടുന്ന രണ്ട് പാദങ്ങളോട് ചരണയുഗങ്ങളോട് കൂടിയവളായ ദേവി, സർവസൗഭാഗ്യദായിനി സർവസൗഭാഗ്യങ്ങളെയും നൽകുന്നവളായ അമ്മേ, രൂപം ദേഹി എനിക്ക് നല്ല രൂപത്തെ, ജയം ദേഹി കാര്യങ്ങളിൽ വിജയത്തെ, യശോ ദേഹി യശസ്സിനെ നൽകിയാലും, അതുപോലെ ദ്വിഷോ ജഹി എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചു തന്നാലും എന്നർത്ഥം. അപ്പോൾ ബ്രഹ്മാവിനാൽ പോലും വന്ദിക്കപ്പെടുന്ന, നമസ്കരിക്കപ്പെടുന്ന രണ്ട് പാദങ്ങളോട് കൂടിയവൾ, ചരണയുഗങ്ങളോട് കൂടിയവളും സർവസൗഭാഗ്യങ്ങളെ നൽകുന്നവളുമായ അമ്മേ ദേവി, എനിക്ക് നല്ല രൂപവും കാര്യങ്ങളിൽ വിജയവും എല്ലാ യശസ്സും നൽകിയാലും, അതുപോലെ എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ, എൻ്റെ തന്നെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ മറഞ്ഞിരിക്കുന്ന ഞാൻ എന്ന അഹങ്കാരത്തെ പൂർണ്ണമായും നശിപ്പിച്ചു തന്നാലും. രക്തബീജവധേ ദേവി ചണ്ഡമുണ്ഡവിനാശിനി. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. രക്തബീജനെ വധിച്ച, അതാണ് രക്തബീജവധേ ദേവി, രക്തബീജനെ വധിച്ച ദേവി, ചണ്ഡമുണ്ഡ വിനാശിനി ചണ്ഡമുണ്ടാസുരന്മാരെ നശിപ്പിച്ച അല്ലയോ ദേവി, രൂപം ദേഹി എനിക്ക് നല്ല രൂപത്തെ, ജയം ദേഹി നല്ല വിജയത്തെ, യശോദേഹി യശസ്സിനെ നൽകിയാലും, ദ്വിഷോ ജഹി എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചു തന്നാലും.
അചിന്യ രൂപചരിതേ സർവശത്രു വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അചിന്യ രൂപചരിതേ, ചിന്തിക്കാൻ പറ്റാത്ത രൂപങ്ങളും ചരിതങ്ങളുമുള്ള അല്ലയോ ദേവി, സർവശത്രു വിനാശിനി, എല്ലാ ശത്രുക്കളെയും ആന്തരികവും ബാഹ്യവുമായ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നവളുമായ അല്ലയോ ദേവി, രൂപം ദേഹി, എനിക്ക് നല്ല രൂപത്തെയും, ജയം ദേഹി, എനിക്ക് എല്ലാ വിജയത്തെയും, യശോ ദേഹി, എനിക്ക് യശസ്സിനെ നൽകിയാലും, അതുപോലെ ദ്യുഷോ ജഹി, എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പൊ അചിന്ത്യമായ, ചിന്തിക്കാൻ പറ്റാത്ത രൂപങ്ങളും ചരിതങ്ങളുമുള്ള അല്ലയോ ദേവി, എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നവളായ അല്ലയോ ദേവി, എനിക്ക് നല്ല രൂപവും വിജയവും യശസ്സും നൽകിയാലും, എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചാലും. നദേഭ്യഃ സർവദാ ഭക്ത്യാ ചണ്ഡികേ ദുരിതാപഹേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്യുഷോ ജഹി. സർവദാ ഭക്ത്യാ, എല്ലായ്പ്പോഴും പൂർണ്ണ ഭക്തിയോടെ, നദേഭ്യഃ, ആരാണോ ആ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് അവർക്ക്, ദുരിതാബഹേ, എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കി കൊടുക്കുന്ന ചണ്ഡികേ, അല്ലയോ ചണ്ഡികാദേവി, രൂപം ദേഹി, എനിക്ക് നല്ല രൂപത്തെയും, ജയം ദേഹി, കാര്യങ്ങളിൽ വിജയത്തെയും, യശോ ദേഹി, പൂർണ്ണ യശസ്സിനെയും നൽകിയാലും, ദിശോ ജഹി, എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. സർവദാ, നിത്യവും ഭക്തിയോടെ ആ ദേവിയെ നമസ്കരിക്കുന്നവർക്ക് എല്ലാ ദുരിതങ്ങളിൽ നിന്നും കർമ്മഫലങ്ങളിൽ നിന്നും മുക്തി കൊടുക്കുന്ന അമ്മേ ചണ്ഡികാദേവി, എനിക്ക് നല്ല രൂപത്തെയും കാര്യങ്ങളിൽ വിജയത്തെയും യശസ്സിനെയും നൽകിയാലും, എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചു തന്നാലും. അടുത്ത ശ്ലോകം. സ്തുവദ്ഭ്യോ ഭക്തിപൂർവം ത്വാം ചണ്ഡികേ വ്യാധിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ചണ്ഡികേ, അല്ലയോ ചണ്ഡികേ, ത്വാം, അവിടത്തെ, ഭക്തിപൂർവം, ഭക്തിയോടുകൂടി, സ്തുവദ്ഭ്യോ, സ്തുതിക്കുന്നവരുടെ, വ്യാധിനാശിനി, എല്ലാ വ്യാധികളും മാറ്റുന്ന അല്ലയോ അമ്മേ, അവിടുന്ന് രൂപം ദേഹി, എനിക്ക് നല്ല രൂപത്തെയും, ജയം ദേഹി, എല്ലാ വിജയത്തെയും, യശോ ദേഹി, യശസ്സിനെയും നൽകിയാലും, ദിശോ ജഹി, എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പോൾ അല്ലയോ ചണ്ഡികാദേവി, അവിടുത്തെ ഭക്തിയോടുകൂടി നിത്യവും സ്തുതിക്കുന്നവരുടെ സർവ്വവ്യാധികളും മാറ്റിക്കൊടുക്കുന്ന അമ്മേ, എനിക്ക് നല്ല രൂപവും കാര്യങ്ങളിൽ വിജയവും എല്ലാ യശസ്സും നൽകിയാലും, അതുപോലെ എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചു തന്നാലും. ചണ്ഡികേ സതതം യേ ത്വാം അർച്ചയന്തി ഇഹ ഭക്തിദഃ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ചണ്ഡികേ, അല്ലയോ ചണ്ഡികാദേവി, യേ, ആരാണോ, ത്വം, അമ്മയെ, അവിടത്തെ, സതതം, എല്ലായ്പ്പോഴും, ഭക്തിദഃ, നിഷ്കളങ്കമായ ഭക്തിയോടെ, അർച്ചയന്തി, അർച്ചിക്കുന്നത്, അവർക്ക് ഇഹ, ഈ ലോകത്തിൽ തന്നെ, രൂപം ദേഹി, നല്ല രൂപത്തെയും, ജയം ദേഹി, നല്ല വിജയത്തെയും, യശോ ദേഹി, യശസ്സിനെയും നൽകിയാലും, ദിശോ ജഹി, അവരുടെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അല്ലയോ ചണ്ഡികാദേവി, ആരാണോ അവിടുത്തെ എല്ലായ്പ്പോഴും ഒരു ആഗ്രഹവുമില്ലാതെ നിഷ്കാമമായി ഭക്തിയോടുകൂടി അവിടുത്തെ അർച്ചിക്കുന്നത്, അവർക്ക് നല്ല രൂപവും കാര്യങ്ങളിൽ വിജയവും നല്ല യശസ്സും നൽകിയാലും അമ്മേ, അതുപോലെ അവരുടെ ഉള്ളിലെ സർവശത്രുക്കളെയും ഇല്ലാതാക്കിയാലും. ദേഹി സൗഭാഗ്യം ആരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. മേ, എനിക്ക്, സൗഭാഗ്യം ആരോഗ്യം, എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ആരോഗ്യവും ദേഹി നൽകിയാലും അമ്മേ, അതുപോലെ പരമം സുഖം, പരമമായ സുഖത്തെയും നൽകിയാലും, രൂപം ദേഹി ജയം ദേഹി, എനിക്ക് നല്ല രൂപവും ജയവും യശസ്സും നൽകിയാലും, എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചാലും.
അപ്പോൾ എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ആരോഗ്യവും പരമമായ സുഖത്തെയും നൽകിയാലും നല്ല രൂപത്തെയും നല്ല എല്ലാത്തിലും വിജയത്തെയും നല്ല യശസ് നൽകിയാലും എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചാലും അമ്മേ. വിധേഹി ദ്വിഷതാം നാശം വിധേഹി ബലം ഉച്ചഗൈഹി രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദ്വിഷോജഹി. വിധേഹി എന്നാൽ നൽകിയാലും എന്നാണ് അർത്ഥം. ദ്വിഷതാം എന്ന് വെച്ചാൽ ശത്രുക്കളെ, നാശം എന്നാൽ നശിപ്പിക്കുക. അതായത് എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ച് എന്ന് പറയുമ്പോൾ പുറമേയുള്ള മറ്റു ആളുകളെ, അതായത് നമ്മളോടോ നമുക്കോ നമ്മുടെ ഉള്ളിലോ നമ്മളോടോ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊരുവന്റെയും ശത്രു എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ തന്നെയാണ്, അവൻ്റെ മനസ്സ് തന്നെയാണ് അവൻ്റെ ശത്രു. നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഏത് കാഴ്ചപ്പാടിലൂടെ കാണുന്നു എന്നതാണ് നമ്മുടെ ശത്രുവും മിത്രവുമായിരിക്കുന്നത്. എല്ലാത്തിനെയും നമ്മൾ ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവായിരിക്കുന്നത്. ആ കാണുന്ന മനസ്സാണ് അവിടെ ശത്രുവാവുന്നത്, സാഹചര്യങ്ങളല്ല. ഇനി എല്ലാത്തിനെയും ഏത് പ്രതിസന്ധിയെയും പോസിറ്റീവായി കാണുന്നവന്റെ മനസ്സാണ് അവന്റെ മിത്രം, അല്ലാതെ സാഹചര്യങ്ങളല്ല. ഇപ്പൊ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സംഭവിക്കും. നമ്മൾ അതിനെ കാണുന്ന കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. അവിടെ ആ കാണുന്ന കാഴ്ചപ്പാട്, നമ്മൾ അതിനെ എടുക്കുന്ന രീതി, നമ്മുടെ മനസ്സ് അതിനെ എങ്ങനെ എടുക്കുന്നു, അവിടെയാണ് നമ്മുടെ ശത്രുവും മിത്രവും ഇരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ സത്യം. അപ്പോൾ ഇവിടെ എൻ്റെ വിരോധികളെ, എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും അമ്മേ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാകുന്ന ശത്രുക്കളെ, എനിക്ക് ചുറ്റും നടക്കുന്ന, ഞാൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ നെഗറ്റീവായിട്ട് എടുക്കുന്ന എൻ്റെ മനസ്സാകുന്ന ശത്രുവിനെ നശിപ്പിച്ച് വിദേഹി നൽകിയാലും ബലം ഉച്ചകൈ, എനിക്ക് ഉത്കൃഷ്ടമായ ബലത്തെ നൽകിയാലും, ബലം എന്ന് വെച്ചാൽ ശരീരബലം, മനോബലം. നമ്മൾ എപ്പോഴും പറയല്ലോ ശരീരത്തിന്റെ ശക്തി, എനിക്ക് ശക്തിയുണ്ട് അല്ലെങ്കിൽ ശക്തിയില്ല, എൻ്റെ മനഃശക്തി കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ എനിക്ക് മനോബലം ഇല്ല, മനഃശക്തി ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ മനസ്സിനെ ചലിപ്പിക്കാൻ ശക്തി വേണം, ബലം വേണം. ശരീരത്തിന് ചലിക്കാൻ ശക്തി വേണം, ബലം വേണം. അങ്ങനെ ഉത്കൃഷ്ടമായ ബലത്തെ എനിക്ക് നൽകിയാലോ അമ്മേ. എൻ്റെ മനസ്സാകുന്ന ശത്രുവിനെ നശിപ്പിച്ച്, ആ ചിന്തകളാകുന്ന ശത്രുവിനെ നശിപ്പിച്ച്, അത് നശിപ്പിക്കാനുള്ള ഉത്കൃഷ്ടമായ ശരീരമനോ ബുദ്ധിശക്തിയെ എനിക്ക് നൽകിയാലും അമ്മേ. അതുകൂടാതെ രൂപം ദേഹി ജയം ദേഹി, എനിക്ക് നല്ല രൂപത്തെ, വിജയത്തെ, യശസ്സിനെ നൽകിയാലും, അതുപോലെ എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോൾ എൻ്റെ മനസ്സാകുന്ന ശത്രുവിനെ നശിപ്പിച്ച്, മനസ്സാകുന്ന ശത്രുവിലെ ആ ചിന്തകളാകുന്ന ശത്രുവിനെ നശിപ്പിച്ചു തരണം. അതോടൊപ്പം അതിനെ നിയന്ത്രിച്ച് കടക്കാനുള്ള, ഏതൊരു സാഹചര്യത്തെയും എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച് കടക്കാനുള്ള ശരീര മനോബുദ്ധിയെ എനിക്ക്, ആ ഉത്കൃഷ്ടമായ ബലത്തെ എനിക്ക് നൽകിയാലും അമ്മേ. എനിക്ക് നല്ല രൂപം നൽകിയാലും, കാര്യങ്ങളിൽ വിജയം നൽകിയാലും, യശസ് നൽകിയാലും, എൻ്റെ ഉള്ളിലെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അർഗളാസ്തോത്രത്തിന്റെ ശേഷം ഭാഗം അടുത്ത ആഴ്ചയിൽ.